ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്ന ബഹുമാനപ്പെട്ട വൈദികരെ, സന്യസ്തരെ, ഏറ്റവും സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, നാം നാളെ കഴിഞ്ഞ് ഏപ്രിൽ 16 ദൈവകരുണയുടെ തിരുനാൾ ആഘോഷിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ്. ഈ തിരുനാളിന് മുന്നോടിയായി നടത്തപ്പെടുന്ന 9 ദിവസത്തെ നൊവേനയുടെ 8ാം ദിവസത്തിലേക്കാണ് നാം ഇന്ന് പ്രവേശിക്കുന്നത്. നമുക്കറിയാം, ഈശോ വിശുദ്ധ ഫൗസ്റ്റീനായോട് നമ്മോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ശുദ്ധീകരണ സ്ഥലത്തിലെ സകല ആത്മാക്കളെയും ഈശോയുടെ തിരുഹൃദയത്തിലെ കരുണാസാഗരത്തിൽ മുക്കിയെടുക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ജീവിച്ചിരിക്കുന്ന നാം ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നാം മൗതിക സഭയുടെ കൂട്ടായ്മയെ ഏറ്റുപറയുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാം, നാം ഈ നൊവേനയിലോട്ട് പ്രവേശിക്കുമ്പോൾ നല്ല ഒരുക്കത്തോടും നല്ല ബോധ്യത്തോടും, പ്രത്യേകിച്ച് ശുദ്ധീകരണ സ്ഥല ആത്മാക്കളെ പറ്റിയുള്ള നല്ലൊരു കാഴ്ചപ്പാടോടുകൂടി നമുക്ക് ഈ നൊവേനയിൽ പ്രവേശിക്കാൻ വേണ്ടി നമുക്ക് ദൈവകരുണയും ശുദ്ധീകരണ സ്ഥല ആത്മാക്കളും എന്നൊരു വിഷയത്തെപ്പറ്റി ഒരു വിചിന്തനം ചെയ്യുന്നത് വളരെ ഉപകാരപ്രദമായിരിക്കും. പൗലോസ്ലീഹ റോമാക്കാർക്ക് ലേഖനം 12-ാം അധ്യായം 4-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: നാം പലരാണെങ്കിലും ക്രിസ്തുവിൽ ഏക ശരീരമാണ്, എല്ലാവരും പരസ്പരം ബന്ധപ്പെട്ട അവയവങ്ങളുമാണ്. അതായത്, നാം ക്രിസ്തുവിൽ വിശ്വസിക്കുന്നത് മൂലം ജീവിച്ചിരിക്കുന്ന നാമും മരിച്ചുപോയ എല്ലാവരും ക്രിസ്തുവിൽ ഒരു ഏക ശരീരമാണ്. ഈ കൂട്ടായ്മയ്ക്കാണ് സഭയുടെ മൗതിക ശരീരം, അല്ലെ ക്രിസ്തുവിൻ്റെ മൗതിക ശരീരം എന്ന് പറയുന്നത്, ദ മിസ്റ്റിക്കൽ ബോഡി ഓഫ് ദി ചർച്ച്. ജീവിച്ചിരിക്കുന്നവരുടെയും മരണമടഞ്ഞവരുടെയും ഈ കൂട്ടായ്മ, ഈ മൗതിക സഭയുടെ കൂട്ടായ്മയിൽ 3 ഘടകങ്ങളുണ്ട്: സമരസഭ, സഹനസഭ, വിജയസഭ. ഇന്ന് ജീവിച്ചിരിക്കുന്ന നാം ലോകത്തോട് മന്നിട്ട് സാത്താനുമായി പോരാടി സ്വർഗത്തിലേക്ക് തീർത്ഥാടനം നടത്തുന്ന നമ്മയാണ് സമരസഭ എന്ന് വിളിക്കുന്നത്. അതുപോലെ സ്വർഗപ്രാപ്തിക്കായി ശുദ്ധീകരണ സ്ഥലത്ത് വലിയ വേദനയിലൂടെ വിശുദ്ധീകരണം പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹനസഭയിലെ അംഗങ്ങളായി കണക്കാക്കുന്നു. അതുപോലെ ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ തിരുമുഖം ദർശിച്ചുകൊണ്ട് മഹിമയണിഞ്ഞ നമ്മുടെ പ്രിയപ്പെട്ട വിശുദ്ധരെ വിജയസഭയുടെ അംഗങ്ങളായി കണക്കാക്കുന്നു. ഈ സ്നേഹക്കൂട്ടായ്മയെ സഭ വിശേഷിപ്പിക്കുന്നത് പുണ്യാന്മാരുടെ ഐക്യമെന്നാണ്. ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്നത് ഈ പുണ്യാന്മാരുടെ ഐക്യത്തിലെ അംഗങ്ങളായ നാമും ശുദ്ധീകരണ സ്ഥലത്തിലെ അംഗങ്ങളും തമ്മിലുള്ള പരസ്പര സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും കരുണയുടെയും ആ ഒരു ബന്ധത്തിൻ്റെ ആഴങ്ങളെ പറ്റിയാണ്. അതുപോലെ ഈ കൂട്ടായ്മയിൽ നിന്ന് പങ്കുവയ്ക്കപ്പെടുന്ന നന്മകളുടെയും കൃപകളുടെയും സമൃദ്ധിയെപ്പറ്റി. കത്തോലിക്ക വേദോപദേശം 1475 ഇങ്ങനെ പറയുന്നു: ഈ സ്നേഹക്കൂട്ടായ്മയിലെ വിശുദ്ധർ തമ്മിൽ സ്നേഹത്തിന് ശാശ്വതമായ ഒരു ബന്ധവും എല്ലാ നന്മകളുടെയും സമൃദ്ധമായ വിനിമയമുണ്ട്. ശ്രദ്ധിക്കണം, സ്നേഹത്തിൻ്റെ ശാശ്വതമായ ബന്ധം, അതായത് ഇന്നോ നാളെയോ തീരുന്നതല്ല, നിത്യതയിൽ നിലനിൽക്കുന്ന ശാശ്വതമായ ഒരു സ്നേഹത്തിൻ്റെ ബന്ധം. അതുപോലെ തന്നെ എല്ലാ നന്മകളുടെയും, ഭൗതികവും ആത്മീയവുമായ എല്ലാ നന്മകളുടെയും സമൃദ്ധമായ വിനിമയം. ഇത് ശുദ്ധീകരണ സ്ഥല ആത്മാക്കളുമായി ബന്ധപ്പെട്ട് വലിയൊരു ദൈവകരുണയുടെ വെളിപ്പെടുത്തലാണ്. ഈ സ്നേഹക്കൂട്ടായ്മയിലൂടെ ദൈവം നമുക്കായി പരിധിയില്ലാത്ത കൃപകളാണ് ഒരുക്കിയിരിക്കുന്നത്. ഈ കൃപകൾ സ്വീകരിക്കാൻ, ഈ സ്നേഹക്കൂട്ടായ്മയിൽ നിന്ന് നമുക്ക് കൃപകൾ സ്വീകരിക്കാൻ ദൈവം നമ്മോട് ഒരു കാര്യം മാത്രമേ ആവശ്യപ്പെടുന്നുള്ളൂ: ഈ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി, വളരെയധികം പീഡ അനുഭവിക്കുന്ന ഈ ആത്മാക്കൾക്ക് വേണ്ടി നാം ഹൃദയം തുറന്ന് ഏറ്റവും സ്നേഹത്തോടും ഏറ്റവും കരുണയോടും കൂടി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രാർത്ഥനകൾ ഫലവത്താകണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ സ്നേഹവും ഒരു ഉദ്ദേശശുദ്ധി ഉണ്ടാകണം. പക്ഷെ നമുക്ക് അടുത്തറിയാൻ സാധിക്കാത്തവരെ നമുക്ക് സ്നേഹിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ശുദ്ധീകരണ സ്ഥല ആത്മാക്കളുടെ കാര്യത്തിലും ഇത് വളരെ ബാധകമാണ്. എന്നാൽ ശുദ്ധീകരണ സ്ഥല ആത്മാക്കളെപ്പറ്റി നാം ചിന്തിക്കുമ്പോൾ ആദ്യം നാം ആർക്കു വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്? നാം നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മരിച്ചുപോയ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ബന്ധുമിത്രാദികൾ, പൂർവികർ, ഇവരെയൊക്കെയാണ് നമ്മൾ ശുദ്ധീകരണ സ്ഥല ആത്മാക്കളെപ്പറ്റി പ്രാർത്ഥിക്കാൻ ഓർക്കുമ്പം ആദ്യം നമ്മൾ ചിന്തിക്കേണ്ടത്. ഒരു കാര്യം തീർച്ചയാണ്, നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മരിച്ചുപോയ അവരെ
ഓർക്കുമ്പോൾ നമുക്ക് സ്നേഹത്തോടെ പ്രാർത്ഥിക്കാൻ പറ്റും. അതാണ് ദൈവം നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. നാം ശുദ്ധീകരണ സ്ഥലത്തിലെ കുറേ ആത്മാക്കൾക്ക് വേണ്ടി, നമ്മുടെ സ്വന്തക്കാരാണെങ്കിലും അവർക്ക് വേണ്ടി സ്നേഹത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ നാം ശുദ്ധീകരണ സ്ഥലത്തിലെ എല്ലാ ആത്മാക്കൾക്കും വേണ്ടി നമ്മുടെ പ്രാർത്ഥനയുടെ പങ്ക് കൊടുക്കുകയാണ്. കാരണം ആ കൂട്ടായ്മ അത്ര ശക്തമാണ്. ദൈവം യോജിപ്പിച്ചിരിക്കുന്ന ഒരു കൂട്ടായ്മയാണ്. പക്ഷേ ഒരു കാര്യം മാത്രം ഓർക്കുക, നമ്മുടെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ സ്വീകാര്യമാകണമെങ്കിൽ നാം പ്രസാദപര അവസ്ഥയിലായിരിക്കണം. നാം മാരകഭാവത്തിൽ പെട്ട് ഉഴലുന്നവരാവരുത്. അങ്ങനെയുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ച് പ്രസാദപര അവസ്ഥയിൽ വേണം ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. തൊടുപുഴയിൽ ദൈവകരുണയുടെ മാതാവിൻ്റെ പ്രത്യക്ഷപ്പെടലുമായി ബന്ധപ്പെട്ട് രൂപം കൊണ്ടതും കോതമംഗലം രൂപതയുടെ കീഴിൽ പ്രവർത്തിക്കുന്നതുമായ ഡിവൈൻ മേഴ്സി ഷ്രൈൻ ഓഫ് ഹോളി മേരിയിൽ മാതാവ് വെളിപ്പെടുത്തിയിരിക്കുന്ന ഒരു പ്രധാന സന്ദേശം മരിച്ചവർക്ക് വേണ്ടി, പ്രത്യേകിച്ച് പൂർവികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. കരുണ ലഭിക്കാനും ദൈവകരുണയിലേക്ക് കടന്നു ചെല്ലാനും വലിയൊരു വഴിയായിട്ടാണ് മാതാവ് ഇത് വെളിപ്പെടുത്തിയിരിക്കുന്നത്. മാതാവ് ഇങ്ങനെയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്: നാം നമ്മുടെ അപ്പൻ്റെയും അമ്മയുടെയും തായ് വഴികളിലെ പൂർവിക ആത്മാക്കളെ, പ്രത്യേകിച്ച് 4 തലമുറകളുടെ പൂർവിക ആത്മാക്കളെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി, ശരിക്കും ഓരോ വ്യക്തികളെയും എഴുതിയുണ്ടാക്കി ഒരു ഫാമിലി ട്രീ ഫോം ചെയ്യണം. അവരെ ഈശോയുടെ ദൈവകരുണയുടെ ഈശോയിലേക്ക് മാതാവിൻ്റെ മധ്യസ്ഥതയിൽ ഒരു പ്രാവശ്യം സമർപ്പിക്കുക. എന്നിട്ട് എല്ലാ ദിവസവും ഇവർക്ക് വേണ്ടി കരുണയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, നാം കരുണയുടെ ജപമാല ചെല്ലുമ്പം ഉള്ള നിയോഗം എൻ്റെയും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമെന്നാണ്. അതിന് പകരമായിട്ട് എൻ്റെയും എൻ്റെ അപ്പൻ്റെ പൂർവിക ആത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ, എൻ്റെയും എൻ്റെ അമ്മയുടെ പൂർവിക ആത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ എന്ന് 2 കരുണയുടെ ജപമാല 2 കുടുംബ തായ് വഴികൾക്കും വേണ്ടി പ്രാർത്ഥിക്കുക. നാം പ്രത്യേകിച്ച് ഡിവൈൻ മേഴ്സി ഷ്രൈൻ ഓഫ് ഹോളി മേരിയിൽ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പൂർവിക ആത്മാക്കളെ വ്യക്തിപരമായി ഒരാൾക്ക് 1 തിരി വീതം കത്തിച്ച് ഷ്രൈനിൽ സമർപ്പിക്കാനുള്ള എല്ലാ സൗകര്യവും മാതാവിൻ്റെ നിർദ്ദേശപ്രകാരം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇങ്ങനെ വ്യക്തിപരമായി നമ്മുടെ പൂർവികരെ, നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മരിച്ചുപോയ നമ്മുടെ പ്രിയപ്പെട്ടവരെ ദൈവകരുണയിലേക്ക് സമർപ്പിക്കുന്നത് വഴി നമുക്ക് ദൈവകരുണ ലഭിക്കാനും നമ്മളിലേക്ക് കരുണ ചൊരിയപ്പെടാനും ഒരു വലിയ വഴിയാണ്. 4 തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ ചിലരുടെയെങ്കിലും നെറ്റി ചുളിഞ്ഞെന്നിരിക്കും. പ്രിയപ്പെട്ടവരെ, 4 തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് മാതാവ് വെളിപ്പെടുത്തിയിരിക്കുന്നത് പിന്നിൽ വലിയൊരു ശാസ്ത്രീയ സത്യമുണ്ട്, ഒരു ശാസ്ത്രീയ അടിസ്ഥാനമുണ്ട്. അല്പം സയൻസ് പറയാതെ നിങ്ങൾക്കിത് മനസ്സിലാവില്ല. ഉദാഹരണത്തിന് എന്നെ തന്നെ എടുക്കുകയാണെങ്കിൽ, എൻ്റെ വ്യക്തി ജീവിതത്തിലെ എൻ്റെ ആത്മീയവും ഭൗതികവും ശാരീരികവുമായ എല്ലാ കഴിവുകളും, എൻ്റെ നന്മകളും തിന്മകളും, എൻ്റെ പോരായ്മകളും, എൻ്റെ തൊലിയുടെ കളറും കണ്ണിൻ്റെ കളറും എല്ലാം എൻ്റെ ജീനിലും ക്രോമസോമിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനാണ് ജനറ്റിക് കോഡിംഗ് എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങൾക്കറിയാമല്ലോ, ഒരു പെൻഡ്രൈവിൽ എത്ര വലിയ ബ്രഹ്മാണ്ഡ പുസ്തകം വേണേലും ഇത്തിരി ഇല്ലാത്ത ഒരു പെൻഡ്രൈവിൽ നമുക്ക് സൂക്ഷിക്കാൻ സാധിക്കും. അതുപോലെ നാം ഓരോരുത്തരെയും പറ്റിയും, നിങ്ങൾ ഓരോരുത്തരുടെയും എല്ലാ ജനതിക വിവരങ്ങളും, അതിന് ഇംഗ്ലീഷ് ജനറ്റിക് ട്രെയ്റ്റ്സ് എന്ന് പറയും, രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇതിനാണ് ജനറ്റിക് കോഡിംഗ് എന്ന് പറയുന്നത്. ഇനി ഞാൻ പറഞ്ഞല്ലോ 4 തലമുറ എന്തുകൊണ്ട്, അതായത് ഇപ്പം എൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ എൻ്റെ ജീനിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന 99.9% ജനറ്റിക് ട്രെയ്റ്റ്സ്, അതായത് ജനതിക വിവരങ്ങളും എൻ്റെ മാതാപിതാക്കളിൽ നിന്നും എൻ്റെ 4 തലമുറയിലുള്ള പൂർവികരിൽ നിന്നുമാണ് എനിക്ക് ലഭിച്ചിരിക്കുന്നത്. ഇതൊരു ശാസ്ത്രീയ ഇതൊരു ശാസ്ത്ര പഠനമാണ്. അതുകൊണ്ടാണ് 4 തലമുറകളുടെ പൂർവികരെ ദൈവകരുണയിലേക്ക് സമർപ്പിക്കാൻ മാതാവ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. മറ്റൊരു രസകരമായ, അതേസമയം വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം, ബയോളജി പഠിച്ച നിങ്ങൾക്കൊക്കെ അറിയാം ഗ്രെഗർ മെൻഡൽ ആരാന്നുള്ളത്. ഗ്രെഗർ മെൻഡൽ എന്ന് പറയപ്പെടുന്നത് ഒരു ആബട്ടായിരുന്നു, ഒരു കത്തോലിക്ക വൈദികനാണ്. 18-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന അദ്ദേഹമാണ് ജനറ്റിക് സയൻസിൻ്റെ പിതാവായി അറിയപ്പെടുന്നത്. ഈ
ഗ്രെഗർ മെൻഡർ 18-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരിക്കുകയും അതിനുശേഷം നൂറ്റാണ്ടുകളോളം വലിയ ശാസ്ത്ര പഠനങ്ങൾ നടത്തിയാണ് നാം ഇന്നത്തെ അവസ്ഥയിൽ ഈ ജനറ്റിക് സയൻസിൽ എത്തിയിരിക്കുന്നത്. ഏറ്റവും പുതിയ ബ്രാഞ്ചാണ് എപ്പിജനറ്റിക്സ്. അപ്പം ഇതിലൂടെയൊക്കെ ഈ ജനറ്റിക് ട്രാൻസ്മിഷന് വലിയ വെളിപ്പെടുത്തലുകളാണ് ഉണ്ടായിരിക്കുന്നത്. പക്ഷേ 15-ാം നൂറ്റാണ്ടിൽ ട്രെൻഡ് സൂനോഹോദേഴ്സ് ഈ മാനുഷികമായ ശാസ്ത്ര സത്യങ്ങളൊന്നും മനസ്സിലാകാതെ തന്നെ അന്നത്തെ പിതാക്കന്മാരിലൂടെ അവർക്ക് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി കൊടുത്തതനുസരിച്ച് ഉത്ഭവഭാവത്തെപ്പറ്റി പഠിപ്പിക്കുമ്പോൾ ഈ സത്യം അവരേറ്റു പറഞ്ഞു. അതായത് തിരുസഭ ഉത്ഭവഭാവത്തെപ്പറ്റി പഠിപ്പിക്കുമ്പോൾ നമ്മുടെ ആത്മീയ സ്വഭാവ ഗുണങ്ങളും, അതായത് നമ്മുടെ സ്പിരിച്വൽ ട്രെയ്റ്റ്സ് ജനതികമായി പ്രജനനം ചെയ്ത് കടന്നു വരുന്നതായി ട്രെൻഡ് സൂനോഹോദേഴ്സ് പഠിപ്പിക്കുന്നു. കത്തോലിക്ക ഏകദേശം 419 പഠിപ്പിക്കുന്ന ഈ ഇതൊരു വിശ്വാസ സത്യമാണ്. അതായത് സയൻസും വിശ്വാസവും പരസ്പര വിരുദ്ധമല്ല, പരസ്പരം തുണയ്ക്കുന്നതാണ് എന്നതാണ് ഇതിനുള്ള വലിയൊരു തെളിവാണിത്. ഞാൻ ഇത്രയും ഡീറ്റെയിലായിട്ട് പറയാൻ കാരണം ഇത് വളരെ തെറ്റിദ്ധരിക്കപ്പെടുന്നതും വിമർശിക്കപ്പെടുന്ന ഒരു കാരണമാണ്. പൂർവികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, പ്രത്യേകിച്ച് 4 തലമുറയിലെ പ്രാർത്ഥിക്കണം എന്നുള്ള ഒരു തെറ്റായ, അതിനെപ്പറ്റി ആവശ്യമില്ലാത്ത ഒരു കോൺട്രവേഴ്സി ഉണ്ടായിട്ടുണ്ട്. ഇനി നാം നമ്മുടെ പൂർവികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ 3 തരത്തിലുള്ള നന്മകളാണ് നമുക്ക് സംഭവിക്കുന്നത്. ഒന്ന്, ശുദ്ധീകരണ സ്ഥലത്ത് പ്രത്യേകിച്ച് നമ്മുടെ പൂർവികർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ വിശുദ്ധീകരണം വളരെ സ്പീഡിൽ നടക്കുന്നു. അവർക്ക് വളരെ പെട്ടെന്ന് സ്വർഗപ്രാപ്തിയിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്നു. കാരണം ദൈവകരുണയുടെ കൃപകളുടെ ആഴം അത്ര ശക്തമാണ്. അതിനെപ്പറ്റി ഈ ചെറിയ ടോക്കിൽ നമുക്കത് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ ഇതൊരു കരുണയുടെ പ്രവൃത്തിയാണ്. വിശുദ്ധ ഫൗസ്റ്റീനായ്ക്ക് ഈശോ വെളിപ്പെടുത്തി 8 മാർഗങ്ങൾ, ദൈവകരുണ ലഭിക്കാനുള്ള 8 മാർഗങ്ങൾ വെളിപ്പെടുത്തി. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മറ്റുള്ളവരോട് കരുണ കാണിക്കുക. അത് വാക്കിലെ, പ്രവൃത്തിയിലെ, പ്രാർത്ഥനയിൽ. നാം ഇവിടെ പ്രാർത്ഥനയിലൂടെ നമ്മുടെ പ്രിയപ്പെട്ടവരോട് കരുണ കാണിക്കുകയാണ്. അപ്പം കരുണയുള്ളവർ ഭാഗ്യവാന്മാർ. എന്തുകൊണ്ടെന്നാൽ അവർക്ക് കരുണ ലഭിക്കും എന്ന ഈശോയുടെ ഒരു വാഗ്ദാനം മത്തായി 5:7 വചനത്തിൻ്റെ പൂർത്തീകരണമാണ്. അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും കരുണ ലഭിച്ചിരിക്കും. ഇനി നമുക്കെല്ലാവർക്കും അറിയാം, നാം ഓരോ വ്യക്തികൾക്കും മാനുഷികമായ ചില പോരായ്മകളുണ്ട്. പാപത്തിലോട്ടുള്ള ചായ്വ്, ഇത് നമുക്ക് ജന്മനാ ലഭിച്ചിരിക്കുന്നതാണ്. ഇതിനെപ്പറ്റി കത്തോലിക്ക വേദപുസ്തകം 405 വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നത് ഇത് പ്രജനനം വഴി ഉത്ഭവഭാവത്തിലൂടെ കടന്നു വരുന്നതാണെന്നാണ്. 405 ഇത് വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 7:15 ഇങ്ങനെ പറയുന്നു, ഞാൻ ഇച്ഛിക്കുന്നതല്ല വെറുക്കുന്നതാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. അപ്പം നാം ദൈവകരുണയിൽ ശരണപ്പെട്ട നമ്മുടെ പൂർവീയ ആത്മാക്കളെ 4 തലമുറയിലുള്ള ഈ ദൈവകരുണയിലോട്ട് സമർപ്പിച്ച് ഇവർക്ക് വേണ്ടി കരുണയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഈ പൂർവിക സ്വാധീനത്തിൽ നിന്ന് കടന്നു വരുന്ന പാപത്തിലോട്ടുള്ള ചായ്വും പാപകടങ്ങളും, പൂർവികമായി കടന്നു വന്ന പാപകടങ്ങളും എന്നെല്ലാം വളരെ വിടുതൽ ലഭിക്കുകയാണ്. അതുവഴി നമുക്ക് കൂടുതൽ വിശുദ്ധിയിൽ ജീവിക്കാനും പല തഴക്കദോഷങ്ങളിൽ നിന്ന് വിടുതൽ ലഭിക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ഈ സമർപ്പണം വഴി എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ ഫാമിലി ട്രീ ഹീലിംഗ് ആണ് നടക്കുന്നത്. നമ്മൾ ഈ 4 തലമുറകളുടെ പൂർവികരെ സമർപ്പിച്ച് ദൈവകരുണയിലോട്ട് സമർപ്പിക്കുക. നിങ്ങൾക്കറിയാം, നമ്മളെല്ലാം സമർപ്പണം നടത്തുന്നവരാണ്. മാതാവിൻ്റെ സമർപ്പണം നടത്തുന്നു, തിരുഹൃദയ സമർപ്പണം നടത്തുന്നു. അതുപോലെ ഒരു വലിയ സമർപ്പണമാണ് നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെയും പൂർവികരെയും ദൈവകരുണയിലോട്ട് സമർപ്പിക്കുക എന്ന് പറയുന്നത്. ഈ സമർപ്പണത്തിലൂടെ നമുക്ക് കുടുംബവൃക്ഷ വിശുദ്ധീകരണമാണ് നടക്കുന്നത്. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥന എത്രയധികം അവരാഗ്രഹിക്കുന്നു എന്നുള്ളൊരു സംഭവത്തിലൂടെ ഞാൻ നിങ്ങളോട് ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. തൊടുപുഴയിൽ മാതാവ് ആദ്യമായി പ്രത്യക്ഷപ്പെട്ട സമയത്ത് ഉണ്ടായൊരു സംഭവമാണ്. അന്ന് ഈ കൂട്ടായ്മയിലുണ്ടായിരുന്ന ഒരു വ്യക്തി തൻ്റെ പൂർവികരെയെല്ലാം ദൈവകരുണയിൽ സമർപ്പിക്കുകയും എല്ലാ ദിവസവും പ്രാർത്ഥിക്കുകയും ചെയ്തു വന്നിരുന്നു. പക്ഷേ തിരക്ക് മൂലം കുറേ ദിവസം അദ്ദേഹം പ്രാർത്ഥിക്കാതെ വന്നു. ഈ പൂർവികർക്ക് കൊണ്ടുള്ള പ്രാർത്ഥന വിട്ടുപോയി. അപ്പോൾ മാതാവ് പ്രത്യക്ഷപ്പെട്ടിരുന്ന ചിപ്പി എന്ന പെൺകുട്ടിക്ക് മാതാവ് ഒരു ദർശനം കാണിച്ചു കൊടുക്കുകയാണ്. അതായത് ഈ വ്യക്തിയുടെ പൂർവികരൊക്കെ ഒരു പന്തിയിൽ ഇരിക്കുകയാണ്, ഇലയിട്ട് ഇങ്ങനെ നിരന്നിരിക്കുന്നതായിട്ടാണ് കാണിച്ചു കൊടുത്തത്. അതായത് അവർക്ക് ഭക്ഷണം വിളമ്പിയിട്ടില്ല. അവർ വളരെ വളരെ താല്പര്യത്തോടെ, ആഗ്രഹത്തോടെ ഈ ഭക്ഷണം വിളമ്പാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പം നമ്മുടെ പ്രാർത്ഥന അവരെത്രയധികം ആഗ്രഹിക്കുന്നു എന്നുള്ള ഒരു സന്ദേശമാണ് മാതാവ് അതിലൂടെ ഞങ്ങൾക്ക് ആ സമയത്ത് തന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം, നാം ബലിയർപ്പിക്കുമ്പോൾ ഭൗതിക സഭയുടെ കൂട്ടായ്മ
സ്വർഗത്തിലുള്ള സകല വിശുദ്ധരും അവിടെയുണ്ട്. നമ്മൾ ഈ ലോകത്ത് ഉള്ള സമരസഭയിലെ അംഗങ്ങളുണ്ട്. അതുപോലെ തന്നെ നടുക്കുള്ള ആ ഒഴിച്ചിട്ടിരിക്കുന്ന ഭാഗത്ത് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾ ഈ ബലിയിൽ പങ്കുകൊള്ളുന്നുണ്ട്. അവരെപ്പോഴും നമ്മളിലോട്ട് നോക്കുകയാണ്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ എന്നുള്ളത്. ഇവരുടെ ഈ തീക്ഷ്ണമായ ആഗ്രഹം നമ്മൾ തിരിച്ചറിയണം. നാം ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ലഭിക്കുന്ന നന്മകളെപ്പറ്റി നാം കണ്ടു കഴിഞ്ഞു. എന്നാൽ അതിലുപരി മറ്റ് ചില കാര്യങ്ങളും കൊണ്ടുണ്ട് അവർക്ക് വേണ്ടി എന്തുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണമെന്ന് ചോദിച്ചാൽ, ആദ്യമായി ഞാൻ മനസ്സിലാക്കേണ്ടത് ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്ക് സ്വയം പ്രാർത്ഥിക്കാൻ സാധിക്കില്ല. അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അവരുടെ നിസ്സഹായ അവസ്ഥ നാം മനസ്സിലാക്കണം. നമുക്ക് മാത്രമേ അവരെ സഹായിക്കാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ നമുക്ക് വേണ്ടി അവർക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കും, നമ്മളെ സഹായിക്കാനും സാധിക്കും. പക്ഷേ നാം ഒരിക്കലും അവരോട് വ്യക്തിപരമായി പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടാറില്ല. അത് സഭ അനുവദിച്ചിരിക്കേണ്ട സംഭവമല്ല. അതുപോലെ തന്നെ ദൈവം അനുവദിച്ച അവസരങ്ങളിൽ ശുദ്ധീകരണ സ്ഥല ആത്മാക്കൾ ജീവിച്ചിരിക്കുന്നവരെ സഹായിക്കുന്നതായും ശുദ്ധീകരണ സ്ഥല ആത്മാക്കൾ പ്രാർത്ഥനാ സഹായം തേടുന്നതായും പല വിശുദ്ധരുടെയും ജീവിതത്തിൽ നിന്ന് നാം വായിച്ചിട്ടുണ്ട്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ശുദ്ധീകരണ സ്ഥലത്തെ പീഡകൾ അവർണ്ണനീയമായ വിധം വേദനാജനകമാണ്. വിശുദ്ധ അന്തോനീസിൻ്റെ ജീവിതത്തിൽ നിന്നുള്ളൊരു കഥ കേൾക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു ആഴം നിങ്ങൾക്ക് മനസ്സിലാവും. ഇതൊരു നിയർ ഡെത്ത് എക്സ്പീരിയൻസിൻ്റെ ഒരു കഥയാണ്. നിയർ ഡെത്ത് എക്സ്പീരിയൻസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതായത് ഒരാൾ പെട്ടെന്ന് രോഗം കൂടി മരിച്ച പോലെയായി. അവർ ചില ദർശനങ്ങളൊക്കെ അവർ ചിലരൊക്കെ സ്വർഗത്തിൽ പോകുന്നു, നരകം കാണിച്ചു കൊടുക്കുന്നു, അവർ തിരിച്ച് ശരീരത്തിൽ കയറുന്നു. അത് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് കിട്ടും. കാത്തലിക് നിയർ ഡെത്ത് എക്സ്പീരിയൻസ് അടിച്ചാൽ നമുക്ക് കിട്ടും. നമ്മുടെ പല വൈദികർക്കും അത് ലഭിച്ചിട്ടുണ്ട്. ഫാദർ ജോസഫ് മണിയങ്കാട്ട് അച്ഛനൊക്കെ ഇതിനകത്ത് ഒത്തിരി ടോക്കുകളൊക്കെ നടത്തുന്നതാണ്. അപ്പം ഒരിക്കൽ ഇതുപോലൊരു നിയർ ഡെത്ത് എക്സ്പീരിയൻസ് ആണ്. ഒരു വിഷയലംബടനായ ഒരാൾ മാനസാന്തരപ്പെട്ടു. പക്ഷേ അയാളുടെ പാപകടങ്ങളുടെ വിശദീകരണം പൂർത്തിയാക്കുന്നതിനുമായി കഠിനമായ ഒരു രോഗപീഠയിലൂടെ വർഷങ്ങളായിട്ട് കടന്നു പോകുമായിരുന്നു. അയാൾ വേദന കൊണ്ട് സഹിച്ച് മടുത്ത് അയാൾ നിരന്തരം പ്രാർത്ഥിക്കാൻ തുടങ്ങി, കർത്താവേ എന്നെ ഈ ലോകത്ത് നിന്ന് എടുക്കണേ, ഞാനിത് സഹിച്ച് മടുത്തു എന്ന്. അങ്ങനെ പെട്ടെന്നൊരു ദൂതൻ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, നിനക്ക് 2 ഓപ്ഷനുണ്ട്. ഒന്നുകിൽ നിനക്ക് 3 ദിവസം ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കാം, അല്ലെങ്കിൽ 2 വർഷം കൂടി ഇതുപോലെ സഹിക്കണം. അവനെ സംബന്ധിച്ച് വലിയൊരു ഓപ്ഷനായിരുന്നു 3 ദിവസത്തെ ശുദ്ധീകരണ സ്ഥലം. കാരണം അവനെ സംബന്ധിച്ച് ഒരു ദിവസം പോലും ഇവിടെ ജീവിക്കാൻ സാധിക്കാത്ത ഒരവസ്ഥയായിരുന്നു. അപ്പം ദൈവം അത് അനുവദിച്ചു. അവൻ പെട്ടെന്ന് മരിച്ചു, ശുദ്ധീകരണ സ്ഥലത്ത് ചെന്നു. പക്ഷേ 1 മണിക്കൂറിന് മുമ്പ് തന്നെ ഈ ദൂതൻ ഈ മനുഷ്യൻ്റെ അടുത്തെത്തി. അപ്പോൾ അയാൾ വളരെ നിലവിളിയോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്നെ കളിപ്പിക്കുകയില്ലായിരുന്നോ? ഞാൻ എത്ര വർഷമായി ഇവിടെ കിടന്ന് ഈ ഘോര പീഡ അനുഭവിക്കുന്നു എന്ന് അയാൾ വേദനയോടെ ഈ ദൂതനോട് ചോദിച്ചു. അപ്പോൾ ദൂതൻ വളരെ ശാന്തമായി സമാധാനപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, ഞാൻ നിങ്ങളെ കളിപ്പിച്ചതല്ല, നിങ്ങളുടെ ശുദ്ധീകരണ സ്ഥലത്തെത്തിയിട്ട് നിങ്ങൾക്ക് 1 മണിക്കൂർ പോലും ആയിട്ടില്ല. ശുദ്ധീകരണ സ്ഥലത്ത് നിങ്ങൾ അനുഭവിക്കുന്ന വേദനയുടെ ആധിക്യം നിങ്ങൾക്ക് ഈ സമയത്തിൻ്റെ കാഴ്ചപ്പാടിൽ വന്ന ഒരു മാറ്റം വരുത്തിയിരിക്കുന്നു എന്നാണ്. അപ്പോൾ അയാൾ വീണ്ടും ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ എന്നെ തിരിച്ചു വിടണം, ഞാൻ തിരിച്ചു പൊക്കോളാം, ഞാൻ ഭൂമിയിൽ സഹിച്ചോളാം, എത്ര വേണമെങ്കിലും സഹിച്ചോളാം എന്ന് പറഞ്ഞു. ആ പ്രാർത്ഥന ദൈവം അനുവദിച്ചു എന്നാണ് പറയപ്പെടുന്നത്. അയാൾ തിരിച്ച് ഭൂമിയിൽ വന്നു, വീണ്ടും 2 വർഷം സന്തോഷത്തോടെ സഹനങ്ങൾ സ്വീകരിച്ച് മരിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ഇനി ശുദ്ധീകരണ സ്ഥലത്തിലെ പീഡകൾ കഠോരമാണെന്ന് നമുക്ക് മനസ്സിലായാൽ മാത്രമേ നാം ശുദ്ധീകരണ സ്ഥല പീഡ അനുഭവിക്കാതെ സ്വർഗത്തിൽ പോകാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയുള്ളൂ. ഒരിക്കൽ വിശുദ്ധ ഫൗസ്റ്റീനായെ തൻ്റെ കാവൽ മാലാഹയോടൊപ്പം ശുദ്ധീകരണ സ്ഥലം കാണാൻ ഈശോ അനുവദിച്ചു. അവിടെ പുക നിറഞ്ഞതും ഇരുണ്ടതും ആയ ഒരു സ്ഥലത്ത് ആയിരക്കണക്കിന് ആത്മാക്കൾ, തിട്ടപ്പെടാത്തത്ര ആത്മാക്കൾ വലിയ പീഡകളിലൂടെ കടന്നു പോവുകയാണ്. ഈ പീഡയുടെ സ്ഥലത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈശോ പറഞ്ഞു, എൻ്റെ കരുണ ഇത് ആഗ്രഹിക്കുന്നില്ല, പക്ഷേ എൻ്റെ നീതി ഇതാവശ്യപ്പെടുന്നു. മക്കളെ, പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മളെ സഹിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ശുദ്ധീകരണ സ്ഥല പീഡ ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. നാം നേരിട്ട് സ്വർഗത്തിൽ പോകണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതിനുള്ള കുറുക്ക് വഴിയാണ് ദൈവകരുണ. ദൈവകരുണയുടെ കൃപാമഹത്വത്തിലൂടെ നമുക്ക് നേരിട്ട് സ്വർഗത്തിൽ പോകാൻ, അതായത് ഈശോ നൽകിയിരിക്കുന്ന വാഗ്ദാനം ഇതാണ്, ഏറ്റവും വലിയ പാപിക്കും ഏറ്റവും വലിയ വിശുദ്ധനാകാനുള്ള
ഏറ്റവും വലിയ അനന്ത സാധ്യതയാണ് ദൈവകരുണ എന്നാണ് ഡയറി 1777 പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മളിത് സ്വീകരിച്ചാൽ മാത്രം മതി. ദൈവകരുണയിൽ ശരണപ്പെട്ട് സ്വീകരിക്കണം. അതുപോലെ തന്നെ നാം ദൈവകരുണയിൽ ശരണപ്പെട്ട് വിശുദ്ധരായി ജീവിച്ചാൽ മാത്രം പോരാ, മറ്റുള്ളവരെ സ്വർഗ്ഗത്തിൽ എത്തിക്കാൻ വേണ്ടി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന നമ്മുടെ കടമയാണ്. അത് പ്രാർത്ഥനയിലൂടെയും വ്യക്തിയാഗത്തിലൂടെയും ദാനധർമ്മങ്ങളിലൂടെയും അത് നമ്മൾ ചെയ്തിരിക്കണം. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ കടമയെപ്പറ്റി പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലോട്ട് ഓടി വന്ന ഒരു സംഭവം ഇതാണ്. 1541 വളരെ വിശുദ്ധനായി ജീവിച്ച ഒരു ഫ്രാൻസിസ്കൻ സന്യാസി മരണമടഞ്ഞു. അപ്പോൾ തനിക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിച്ചിരുന്ന ഒരു യുവ വൈദികൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഈ മരണമടഞ്ഞ സന്യാസി പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, മകനെ, ഞാൻ ഇന്നും ശുദ്ധീകരണ സ്ഥലത്ത് പീഡ അനുഭവിക്കുകയാണ്. കാരണം ഞാൻ എൻ്റെ കടമ നിർവഹിച്ചില്ല, ശുദ്ധീകരണ സ്ഥല ആത്മാക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചില്ല എന്ന് പറയും. അപ്പം നാം ഈ കടമ നിർവഹിക്കാൻ കടപ്പെട്ടവരാണ്. ഇതിനകത്തൊരു വീഴ്ച നമ്മൾ വരുത്തരുത് എന്ന് ഞാൻ വളരെ ആത്മാർത്ഥമായ സ്നേഹത്തോടെ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. നമുക്ക് ഈ ടോക്കസ് ദൈവകരുണയും ശുദ്ധീകരണ സ്ഥല ആത്മാക്കളും എന്ന വിഷയത്തെ നമുക്കിങ്ങനെ ഉപസംഹരിക്കാം. നമ്മുടെ മാതാപിതാക്കളും നാം അറിയുന്നവരും അറിയാത്തവരുമായ പലരും മരിച്ചുപോയെങ്കിലും അവരൊക്കെ ഇന്നും നമ്മെപ്പോലെ ജീവിക്കുന്നു. ഒറ്റ വ്യത്യാസമുള്ളൂ, അവർക്ക് ശരീരമില്ല. നാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കടപ്പെട്ടവരാണ്. കാരണം നമുക്ക് ലഭിച്ച എല്ലാ നന്മകളും അവരിലൂടെയാണ് നമുക്ക് ലഭിച്ചത്. അതുപോലെ തന്നെ നമ്മറിയാം, അവർ ജീവിച്ചിരുന്നപ്പോൾ നാം അവർക്കൊക്കെ ഭക്ഷണം കൊടുക്കുകയും അവരുടെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തി. അതുപോലെ തന്നെ ഇന്ന് അവർ മരിച്ചു കഴിഞ്ഞപ്പോഴും അവരുടെ ആത്മീയ ആവശ്യങ്ങൾ നമ്മൾ നടത്തി കൊടുക്കണം. പക്ഷേ നമ്മൾ ഒരിക്കലും നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മരിച്ചുപോയ നല്ലവരെന്ന് കരുതി ജീവിച്ചവരോട് പ്രാർത്ഥനാ സഹായം തേടാൻ പാടില്ല. അതൊരു തെറ്റായ ട്രെൻഡാണ്. ദൈവം, സഭ, തിരുസഭ ആരെങ്കിലും വിശുദ്ധരാക്കിയെങ്കിൽ മാത്രമേ, അല്ലെ വാഴ്ത്തപ്പെട്ടവരാക്കി മാത്രമേ അവർക്ക് വേണ്ടി അവരോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടാൻ പാടുള്ളൂ. അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ അവർക്ക് ന്യായമായി കിട്ടേണ്ട പ്രാർത്ഥന നമ്മൾ നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. ഒരിക്കലും അതൊരു ശരിയായ ഒരു തീരുമാനമായിരിക്കില്ല. ഞാൻ പറഞ്ഞല്ലോ, നാം ഇതൊരു കരുണയുടെ പ്രവൃത്തിയും കരുണ ലഭിക്കാനുള്ള വലിയ മാർഗവുമാണ്. അതുപോലെ നാം നമ്മുടെ പൂർവികരെ ദൈവകരുണയിലേക്ക് സമർപ്പിച്ചതിന് ശേഷം നമുക്ക് വലിയൊരു വിടുതൽ, പാപത്തിൻ്റെ ചായ്വിൽ നിന്നും പാപസ്വാധീനങ്ങളിൽ നിന്ന് വലിയ വിടുതൽ ലഭിക്കും. അതുപോലെ നമ്മുടെ ഇതിനെപ്പറ്റിയുള്ള ഒരു ബോധ്യത്തിൽ നമ്മൾ പ്രാർത്ഥിച്ചാൽ മാത്രമേ നമുക്ക് സ്വർഗത്തിൽ പോകണമെന്നൊരു ആഗ്രഹം നമുക്ക് ഉണ്ടാവുകയുള്ളൂ. ഈ ഒരു കാഴ്ചപ്പാടുകൂടി നമുക്ക് അടുത്തതായി ഈ ഡിവൈൻ മേഴ്സി ഷ്രൈനിൽ വന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാപിച്ച കുറച്ച് പേരുടെ സാക്ഷ്യം കേൾക്കാം. കാരണം അത് നമുക്കൊക്കെ ഒത്തിരി പ്രചോദനകരമായിരിക്കും. സിജോ എന്ന മകനും അവൻ്റെ ഭാര്യയും വിദേശത്തേക്ക് പോകുന്നതിന് വേണ്ടി ഇവിടെ വന്ന് മാതാവിനോട് പ്രാർത്ഥിക്കുകയും വിശുദ്ധ കുർബാനയിലും നൊവേനയിലും പങ്കെടുക്കുകയും മുട്ടിൽ നീന്തി കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായി അമ്മ അവർക്ക് അവരുടെ ആഗ്രഹം സാധിച്ചു കൊടുത്തു. ഈ വലിയ അനുഗ്രഹം തന്ന പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി. ഏലിക്കുട്ടി എന്ന മകൻ്റെ കൊച്ചുമകന് കാനഡയ്ക്ക് പഠിക്കുവാൻ പോകുന്നതിന് വേണ്ടി വിസയ്ക്ക് അപ്ലൈ ചെയ്തെങ്കിലും പല പ്രാവശ്യം റിജക്റ്റായിപ്പോയി. വിസയുടെ തടസ്സം മാറിക്കിട്ടാൻ വേണ്ടി മാതാവിൻ്റെ മാധ്യസ്ഥം തേടി ഇവിടെ വന്ന് 7 വെള്ളിയാഴ്ച മുടങ്ങാതെ വിശുദ്ധ കുർബാനയും നൊവേനയും കൂടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി വിസ ലഭിച്ചു. ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി. തൊടുപുഴയിൽ ജോൺ എന്ന മകൻ IELTS എക്സാം 3 പ്രാവശ്യം എഴുതിയെങ്കിലും UK പോകാനുള്ള സ്കോർ കിട്ടിയില്ല. ഇവിടെ വന്ന് എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുകയും മുട്ടേൽ നീന്തി കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി 4ാമത്തെ തവണ UK പോകാനുള്ള സ്കോർ തന്ന് മാതാവ് ആ മകനെ അനുഗ്രഹിച്ചു. ഈ വലിയ അനുഗ്രഹം കൊടുത്ത പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി. സോന എന്ന മകൾ പഠിച്ചിറങ്ങുമ്പോഴേക്കും ഒരു നല്ല ജോലി എന്ന സ്വപ്നം മാതാവ് സാധ്യമാക്കി കൊടുത്തു. എങ്കിലും ഓഫർ ലെറ്റർ വരുവാനായിട്ട് ഒരുപാട് കാത്തിരിക്കേണ്ടി വന്നു. ദേവകരുണയുടെ ഈ ആലയത്തിൽ വന്ന് വെള്ളിയാഴ്ചകളിലെ നൊവേനയിലും പ്രാർത്ഥനയിലും പങ്കെടുത്ത് അമ്മയോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി നിരവധിയായ തടസ്സങ്ങളെല്ലാം മാറി ജോലിക്കുള്ള ഓഫർ ലെറ്റർ ലഭിച്ചു.
അമ്മ നൽകിയ ഈ വലിയ അനുഗ്രഹത്തിന് ഈ മകൾ നന്ദി അർപ്പിക്കുന്നു. അലക്സ് എന്ന മകൻ്റെ ഭാര്യ പല പ്രാവശ്യം OET എക്സാം എഴുതിയിട്ടും വിജയിച്ചിരുന്നില്ല. വിശുദ്ധ കുർബാനയിലും നൊവേനയിലും പങ്കെടുക്കുകയും തിരികത്തിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി എക്സാം പാസ്സായി. ഈ മകനും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇത്രയേറെ അനുഗ്രഹങ്ങൾ ഓരോ ദിവസവും നൽകുന്ന നല്ല ദൈവത്തിനും ദൈവകരുണയുടെ പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് ദൈവകരുണയുടെ നൊവേനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പരിശുദ്ധാത്മാവേ പറന്നിറങ്ങണമേ, സ്നേഹന്മാരിൽ നിറഞ്ഞതുപോൽ അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധാത്മാവേ പറന്നിറങ്ങണമേ, സ്നേഹന്മാരിൽ നിറഞ്ഞതുപോൽ അഭിഷേകം ചെയ്യണമേ. നിറയണമേ നിറയണമേ കവിയണമേ കവിഞ്ഞൊഴുകണമേ. നിറയണമേ നിറയണമേ കവിയണമേ കവിഞ്ഞൊഴുകണമേ. പ്രിയപ്പെട്ടവരെ, ഇന്ന് പല സ്ഥലങ്ങളിലും ഭവനങ്ങളിലുമായിരുന്നു നമ്മൾ ഓരോരുത്തരും ഈ കർത്താവിൻ്റെ കരുണയുടെ ആലയത്തിൽ പ്രാർത്ഥിക്കുവാനായിട്ട് ഒരുമിച്ച് ചേർന്നിരിക്കുന്ന നല്ല നിമിഷമാണ്. ഈ ദിവസം നമുക്ക് വേണ്ടി ഒരുക്കിയ തമ്പുരാന് നമുക്ക് പ്രത്യേകം നന്ദി പറയാം. നമ്മുടെ പ്രത്യേകമായിട്ടുള്ള പ്രാർത്ഥനാ നിയോഗങ്ങളെല്ലാം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിലൂടെ നമുക്ക് പ്രത്യേകമായിട്ട് സമർപ്പിക്കാം. നമ്മൾ കരുണയുടെ തിരുനാൾ ആഘോഷിക്കുവാനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന നല്ല നിമിഷമാണ്. ഈ ദിവസത്തിൽ നമ്മുടെ ഈ ഒരുക്കത്തിൻ്റെ 8ാമത്തെ ദിവസമാണ് നമ്മളിവിടെ കർത്താവിൻ്റെ തിരുസന്നിധിയിലായിരിക്കുന്നത്. ഇന്നത്തെ ദിവസം നമുക്ക് പ്രത്യേകമായിട്ട് നമ്മൾ ശുദ്ധീകരണ സ്ഥലത്ത് അടക്കപ്പെട്ടിരിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നത്. അവരൊക്കെ നമ്മുടെ സഹോദരങ്ങളാണ്. അവർക്ക് വേണ്ടിയിട്ട് കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ കരുണയ്ക്കും നന്മയ്ക്കും സ്നേഹത്തിനുമൊക്കെ അതിരില്ല എന്ന് നമുക്കറിയാം. അപ്പോൾ അവരുടെ വേദനകൾ നമ്മുടെ ഓരോരുത്തരുടെ വേദനകളാണ് നമ്മൾ ഓർത്തുകൊണ്ട് അവരെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് നമുക്ക് ഓരോരുത്തർക്കും അവരെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതിയും ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. കൃഷ്ണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. വിശുദ്ധ പവിത്രനായരുടെ പിതാവിൻ്റെ കരുണ ഈ കാലഘട്ടത്തിൽ ലോകത്തിൽ വെളിപ്പെടുത്തിയ ഈശോയെ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. പിതാവായ ദൈവമേ, പരിശുദ്ധ കന്യാമറിയത്തിന് പ്രത്യേക മധ്യസ്ഥയിലൂടെ കരുണ വർഷിക്കുവാൻ അങ്ങ് തിരഞ്ഞെടുത്ത ഈ ദേവാലയത്തിനെ ഓർത്ത് നിങ്ങൾ നന്ദി പറയുന്നു. അങ്ങ് തിരഞ്ഞെടുത്ത ഈ ദേവാലയത്തിൽ വന്ന് ദുഃഖിതമായ ആത്മാവോടും തളർന്ന ഹൃദയത്തോടും കൂടി പരിശുദ്ധാമ്മയുടെ മധ്യസ്ഥം വഴി പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ച് കരുണ വർഷിക്കണമേ. ഞങ്ങളുടെയും ഞങ്ങളുടെ പിതാക്കന്മാരുടെ അപരാധങ്ങൾ ഓർക്കാതെ അങ്ങയുടെ നാമത്തെയും ശക്തിയെയും അങ്ങേ തിരുക്കുമാരൻ്റെ പീഡാസഹനത്തെയും പ്രതി ഞങ്ങളോട് കരുണ തോന്നണമേ. കുരിശിൽ കിടന്നുകൊണ്ട് എനിക്ക് ദാഹിക്കുന്നു എന്ന് അരുളി ചെയ്ത് ആത്മാക്കളുടെ സ്നേഹം പ്രകടമാക്കിയ ഈശോയെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. അവരിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തൻ്റെ ഏകജാതൻ നൽകുവാൻ തക്ക വിധം ലോകത്തെ സ്നേഹിച്ച ദൈവമേ,
അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഇതാ നിൻ്റെ അമ്മയെ നരിച്ചതുകൊണ്ട് സ്വന്തം അമ്മയെ ഞങ്ങൾക്ക് അമ്മയായി തന്ന ഈശോയെ, ഈ നവനാളിൽ സംബന്ധിക്കുന്ന എല്ലാ വ്യക്തികളെയും കുടുംബങ്ങളെയും പരിശുദ്ധ കന്യാമറിയത്തിനും വിമലഹൃദയം വഴി അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈശോയെയും അങ്ങയുടെ തിരുരക്തത്താൽ ഞങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും ബുദ്ധിയെയും ചിന്തകളെയും കഴുകി വിശുദ്ധീകരിച്ച് എല്ലാ തരത്തിലുള്ള പാപങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും ശാപങ്ങളിൽ നിന്നും പൈശാചികമായ പീഡകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഈശോയെയും സർവലോകത്തിനും ജീവന്റെ ഉറവിടവും കരുണയുടെ കടലും തുറന്നുകൊണ്ടാണല്ലോ അങ്ങ് മരണം പ്രാപിച്ചത്. ജീവന്റെ സംഭരണിയും അളവില്ലാത്ത കാരുണ്യത്തിന്റെ ഉറവിടവുമായി ഈശോയെയും സർവലോകത്തെയും അങ്ങ് ആവരണം ചെയ്ത് അങ്ങയുടെ അനുഗ്രഹങ്ങൾ പൂർണ്ണമായി ചൊരിയണമേ. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് വേണ്ടി കാരുണ്യ സ്രോതസ്സായി ഒഴുകിയെത്തിയ തിരുരക്തമേ തിരുജലമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. 8-ാം ദിവസം ശുദ്ധീകരണ സ്ഥലത്ത് അടക്കപ്പെട്ടിരിക്കുന്ന ആത്മാക്കളെ ഇന്ന് എൻ്റെ അടുക്കൽ കൊണ്ടുവരിക. എൻ്റെ കരുണാസാഗരത്തിൽ അവരെ മുക്കിയെടുക്കാം. അവരുടെ നേർന്ന ആത്മാക്കളെ എൻ്റെ രക്തം കൊണ്ടുള്ള അരുവി തണുപ്പിക്കട്ടെ. ഈ ആത്മാക്കളെ ഞാൻ വളരെയധികം സ്നേഹിക്കുന്നു. എൻ്റെ നീതിക്ക് സാക്ഷ്യം വഹിക്കുന്നവരാണിവർ. അവർക്ക് ആശ്വാസം നൽകേണ്ട ശക്തി നിങ്ങളിലാണുള്ളത്. എൻ്റെ സഭയുടെ ഭണ്ഡാരത്തിലുള്ള എല്ലാ ദണ്ഡവിമോചനങ്ങളും സമാഹരിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവർ വഹിക്കുന്ന വേദനകൾ നീ അറിഞ്ഞിരുന്നുവെങ്കിൽ നീ നിൻ്റെ ആത്മാവിൻ്റെ ദാനങ്ങൾ അവർക്ക് വേണ്ടി സമർപ്പിച്ച് എൻ്റെ നീതിയിൽ അവർ കടം വിട്ടുമായിരുന്നു. ഏറ്റവും കരുണയുള്ള ഈശോയെ കരുണയാണ് അങ്ങ് ആഗ്രഹിക്കുന്നതെന്ന് അങ്ങ് തന്നെ അരുളി ചെയ്തിട്ടുണ്ടല്ലോ. ശുദ്ധീകരണ സ്ഥലത്തുള്ള എല്ലാ ആത്മാക്കളെയും അങ്ങയുടെ അനുകമ്പ നിറഞ്ഞ ഹൃദയത്തിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങേക്ക് വളരെ പ്രിയപ്പെട്ടവരെങ്കിലും അങ്ങയുടെ നീതി പൂർത്തിയാക്കേണ്ടവരാണവർ. അങ്ങയുടെ ഹൃദയത്തിൽ നിന്നും പുറപ്പെട്ട രക്തവും ജലവും അഗ്നിജ്വാലകളെ അങ്ങയുടെ കരുണയുടെ ശക്തിയും അവിടെയും പുകഴ്ത്തപ്പെടട്ടെ. നിത്യനായ പിതാവേ ഈശോയുടെ അനുകമ്പാതര ഹൃദയത്തിൽ സ്ഥാനമുള്ള ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളുടെ മേൽ അങ്ങയുടെ കരുണാകടാക്ഷം ഉണ്ടാകണമേ. ഈശോ സഹിച്ച കയ്പ് നിറഞ്ഞ ക്ലേശങ്ങളെ പ്രതിയും അവിടുത്തെ ആത്മാവിൽ നിറഞ്ഞ എല്ലാ സഹനങ്ങളെ പ്രതിയും ഞാൻ അങ്ങോട്ട് യാചിക്കുന്നു. നീതിവിധിക്ക് വിധേയരായിരിക്കുന്ന ആത്മാക്കളുടെ മേൽ അങ്ങയുടെ കാരുണ്യം വർഷിക്കണമേ. അങ്ങയുടെ പ്രിയപുത്രനായ ഈശോയുടെ തിരുമുറിവുകളിലൂടെ മാത്രം അങ്ങ് അവരെ നോക്കണമേ. അങ്ങയുടെ ദയയ്ക്കും നന്മയ്ക്കും അതിരുകളില്ല എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. എപ്പോഴും എന്നേക്കും ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപി എന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ദർശന ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും
തമ്പുരാനോട് അപേക്ഷിക്കണമേ. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേൽ കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ ദാരുണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ.
ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സസുതനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സസുതനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തനെ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തനെ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തനെ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ദൈവമേ, നിൻ കരുണയെത്ര അവർണ്ണനീയം, പ്രശംസിക്കാൻ ശക്തരല്ല മക്കളീ ഞങ്ങൾ. 70
ദൈവമുണ്ടല്ലോ ഗഗനത്തെക്കാളേറെ ഉയരമുണ്ടല്ലോ ദൈവമേ നിൻ കരുണയെത്ര അവർണ്ണനീയം പ്രശംസിക്കാൻ ശക്തരല്ല മക്കളീ ഞങ്ങൾ 70 തവണയല്ല നീ ക്ഷമിക്കുന്നു ഏഴകളാം ഞങ്ങളെ നീ കടാക്ഷിക്കുന്നു പിതാവേ നിൻ മക്കളല്ലോ ഞങ്ങളെല്ലാരും ഭുവനവാസം ചെയ്തിടുന്ന പതികരെല്ലാരും ഞങ്ങളങ്ങേ ഭവനമണയ വരം തന്നീടൂ സ്വർഗരാജ്യം ഞങ്ങൾക്കായി നീ തുറന്നീടൂ ദൈവമേ നിൻ കരുണയെത്ര അവർണ്ണനീയം പ്രശംസിക്കാൻ ശക്തരല്ല മക്കളീ ഞങ്ങൾ 70 തവണയല്ല നീ ക്ഷമിക്കുന്നു ഏഴകളാം ഞങ്ങളെ നീ കടാക്ഷിക്കുന്നു സ്വർഗവാസികളോടൊപ്പം ഭക്തിപൂർവ്വം ദൈവത്തിൻ്റെ കണ്ണിയെ സ്തുതിച്ചുകൊണ്ട് ഞങ്ങളെങ്ങനെ ശരണപ്പെടുന്നു നമുക്ക് ഏറ്റുചൊല്ലാം. ഞാനങ്ങയിൽ ശരണപ്പെടുന്നു പിതാവിന്റെ മടിയിൽ നിന്നും പുറപ്പെടുന്ന ദൈവകാരുണ്യമേ, ഞാനങ്ങയിൽ ശരണപ്പെടുന്നു ദൈവത്തിന്റെ ഏറ്റവും വലിയ വിശേഷണമായ ദൈവകാരുണ്യമേ, ഞാനങ്ങയിൽ ശരണപ്പെടുന്നു മനസ്സിലാക്കാനാവാത്ത മഹാരഹസ്യമായ ദൈവകാരുണ്യമേ, ഞാനങ്ങയിൽ ശരണപ്പെടുന്നു തൃത്വത്തിന്റെ രഹസ്യത്തിൽ നിന്നും പുറപ്പെടുന്ന ദൈവകാരുണ്യമേ, ഞാനങ്ങയിൽ ശരണപ്പെടുന്നു മനുഷ്യവും അമനുഷ്യവുമായ ബുദ്ധി കണക്കാനാവാത്ത ദൈവകാരുണ്യമേ, ഞാനങ്ങയിൽ ശരണപ്പെടുന്നു എല്ലാവരിലേക്കും ജീവനും സന്തോഷവും പുറപ്പെടുന്ന ഉറവയായ ദൈവകാരുണ്യമേ, ഞാനങ്ങയിൽ ശരണപ്പെടുന്നു ലോകത്തെക്കാൾ മഹനീയമായ ദൈവകാരുണ്യമേ, ഞാനങ്ങയിൽ ശരണപ്പെടുന്നു അത്ഭുതങ്ങളെയും വിസ്മയങ്ങളെയും ഉറവിടവുമായ ദൈവകാരുണ്യമേ, ഞാനങ്ങയിൽ ശരണപ്പെടുന്നു പ്രപഞ്ചത്തെ മുഴുവൻ ഉൾക്കൊള്ളുന്ന ദൈവകാരുണ്യമേ, ഞാനങ്ങയിൽ ശരണപ്പെടുന്നു മാംസം ധരിച്ച വചനത്തിലൂടെ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ദൈവകാരുണ്യമേ, ഞാനങ്ങയിൽ ശരണപ്പെടുന്നു ലോട് തുറക്കപ്പെട്ട ഹൃദയത്തിൽ നിന്ന് ഒഴുകിയിറങ്ങിയ ദൈവകാരുണ്യമേ, ഞാനങ്ങയിൽ ശരണപ്പെടുന്നു ലോട് ഹൃദയത്തിൽ പാപികൾക്കായി ഉൾക്കൊണ്ടിരിക്കുന്ന ദൈവകാരുണ്യമേ, ഞാനങ്ങയിൽ ശരണപ്പെടുന്നു പരിശുദ്ധ കുർബാനയിൽ അടങ്ങിയിരിക്കുന്ന ദൈവകാരുണ്യമേ, ഞാനങ്ങയിൽ ശരണപ്പെടുന്നു പരിശുദ്ധ സഭയുടെ സ്ഥാപനത്തിൽ അടങ്ങിയിരിക്കുന്ന ദൈവകാരുണ്യമേ, ഞാനങ്ങയിൽ ശരണപ്പെടുന്നു മാമോദീസായിൽ അടങ്ങിയിരിക്കുന്ന ദൈവകാരുണ്യമേ, ഞാനങ്ങയിൽ ശരണപ്പെടുന്നു ഈശോയിലെ ഞങ്ങൾ നീതീകരണമായ ദൈവകാരുണ്യമേ, ഞാനങ്ങയിൽ ശരണപ്പെടുന്നു ജീവിതം മുഴുവൻ ഞങ്ങൾ അനുഗമിക്കുന്ന ദൈവകാരുണ്യമേ, ഞാനങ്ങയിൽ ശരണപ്പെടുന്നു മരണസമയത്ത് ഞങ്ങളെ പ്രത്യേകമായ വിധം ആശ്രയിക്കുന്ന ദൈവകാരുണ്യമേ, ഞാനങ്ങയിൽ ശരണപ്പെടുന്നു അമർത്തി നൽകി ഞങ്ങളെ ശക്തരാക്കുന്ന ദൈവകാരുണ്യമേ, ഞാനങ്ങയിൽ ശരണപ്പെടുന്നു ഞങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും ഞങ്ങൾ അനുഗമിക്കുന്ന ദൈവകാരുണ്യമേ, ഞാനങ്ങയിൽ ശരണപ്പെടുന്നു നരകത്തിന്റെ തീയിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കുന്ന ദൈവകാരുണ്യമേ, ഞാനങ്ങയിൽ ശരണപ്പെടുന്നു കഠിന പാപികളും മാനസാന്തരത്തിൽ പ്രവർത്തിക്കുന്ന ദൈവകാരുണ്യമേ, ഞാനങ്ങയിൽ ശരണപ്പെടുന്നു മാലാഖമാർക്ക് അത്ഭുതവും വിശുദ്ധർക്ക് അഗ്രാഹ്യവുമായ ദൈവകാരുണ്യമേ, ഞാനങ്ങയിൽ ശരണപ്പെടുന്നു എല്ലാ രഹസ്യങ്ങളും വെച്ച് ഏറ്റവും ആഴമേറിയ ദൈവകാരുണ്യമേ, ഞാനങ്ങയിൽ ശരണപ്പെടുന്നു എല്ലാ ദുരിതങ്ങളിൽ നിന്ന് ഞങ്ങളെ സമുദ്ധരിക്കുന്ന ദൈവകാരുണ്യമേ, ഞാനങ്ങയിൽ ശരണപ്പെടുന്നു സന്തോഷത്തിന്റെയും ആനന്ദത്തിന്റെയും ഉറവിടമായ ദൈവകാരുണ്യമേ, ഞാനങ്ങയിൽ ശരണപ്പെടുന്നു ഇല്ലായ്മയിൽ നിന്ന് അസ്തിത്വത്തിലേക്ക് ഞങ്ങളെ വിളിച്ച ദൈവകാരുണ്യമേ, ഞാനങ്ങയിൽ ശരണപ്പെടുന്നു ദൈവത്തിന്റെ എല്ലാ പ്രവൃത്തികളെയും ആശ്രയിക്കുന്ന ദൈവകാരുണ്യമേ,
ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ദൈവത്തിന്റെ കരവേലിന്റെ എല്ലാം മകുടമായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. എല്ലാവരും എപ്പോഴും ഒഴുകിയിരിക്കുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ഭയത്തിന്റെ മധ്യത്തിൽ ഹൃദയാശ്വാസമായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. വേദനിക്കുന്ന ഹൃദയങ്ങളുള്ള മധുരാശ്വാസമായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. രോഗികളെയും സഹിക്കുന്നവരുടെയും ആരോഗ്യപാത്രമായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. മരിക്കുന്നവരുടെ ആശ്വാസമായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. നിരാശന്റെ ആത്മാക്കളുടെ ഏകപ്രതീക്ഷയായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. വിശുദ്ധാത്മാക്കളുടെ ആനന്ദവും ഹർഷപാരവശ്യമായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. എല്ലാ പ്രവർത്തികൾക്കും പ്രചോദനമേകുന്ന പ്രതീക്ഷയായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ലോകത്തെ രക്ഷിച്ച് ഞങ്ങളുടെ മേൽ വലിയ കരുണ പ്രകടിപ്പിച്ച ദൈവത്തിന്റെ കുഞ്ഞാടേ, കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി സ്വയം സമർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ, കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഇല്ലാത്ത കരുണയിൽ ലോകപാപങ്ങളെല്ലാം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ, കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മിശിഹായേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുവാണ്. സാധിക്കുന്ന ആളുകൾ സാഷ്ടാംഗ പ്രണാമം ചെയ്യുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ചൊല്ലിത്തരുന്ന പ്രാർത്ഥനകളെ എല്ലാവരും ഭക്തിപൂർവ്വം ഏറ്റുചൊല്ലുക. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ മക്കളോട് കരുണ കാണിക്കണമേ. കരുണ കാണിക്കണമേ. ഞങ്ങളും ഞങ്ങളുടെ മാതാപിതാക്കളും സഹോദരങ്ങളും ജീവിത പങ്കാളിയും മക്കളും പൂർവികരും അധികാരികളും സഹപ്രവർത്തനം വഴി വന്നുപോയ സകല പാപങ്ങളും അപരാധങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ ശിക്ഷിക്കരുതേ. ഞങ്ങളുടെ കടങ്ങൾ ഇളച്ചു തരണമേ. ഞങ്ങളെ അങ്ങയുടെ സ്വന്തമായി സ്വീകരിച്ച് അരൂപിലൂടെ നയിക്കണമേ. നിത്യനായ ദൈവമേ, അനന്തകാരുണ്യത്തിന്റെ ഉറവിടമേ, സഹാനുഭൂതി രക്ഷപാത്രമേ, കരുപാടും ഞങ്ങളുടെ മേൽ നോക്കണമേ. അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ വർദ്ധിപ്പിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടേറിയ ഘട്ടങ്ങളിൽ നിരാശരും ദുഃഖത്തിനുമാകാതെ കരുണവും സ്നേഹവും തന്നെയായ അങ്ങയുടെ തിരുമനസ്സിന് കൂടുതൽ ആത്മവിശ്വാസത്തോടെ ഞങ്ങളെ തന്നെ സമർപ്പിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ദൈവമേ, ഞങ്ങളുടെ കരുണയുടെ വാക്താക്കളാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവകരുണ ഞങ്ങളെ കടന്നു വരുവാൻ തടസ്സമായി നിൽക്കുന്ന പാപങ്ങളെയും പാപസാഹചര്യങ്ങളെയും തുടച്ചു മാറ്റണമേ. ഞങ്ങളുടെ മേലും ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെ മേലും മാതാപിതാക്കളുടെ മേലും പൂർവികരുടെ മേലും അങ്ങയുടെ കരുണ ചൊരിയണമേ. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മ സഹവാസവും നാം എല്ലാവരുടെ കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.